ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. സാംസങ്ങിന്റെ ഗാലക്സി A50യും പോക്കോ F1 ഓൾമോസ്റ്റ് ഒരേ പ്രൈസിൽ വരുന്ന ഒരു ഫോണുകളാണ്. ഇതിൽ ഏതാണ് ബെറ്റർ? നമുക്കറിയാം, സ്നാപ്ഡ്രാഗൺ 145 വെച്ചുകൊണ്ട് മികച്ച പെർഫോമൻസ് ആണ് പോക്കോ F1. എങ്കിലും A50 എടുക്കാനും ചില കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇതിൽ ഏതെടുത്താൽ നമുക്ക് നന്നാവും? ഈ ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സിമ്പിളായിട്ടാണ് പറയുന്നത്. സൈഡ് ബൈ സൈഡ് എല്ലാ കാര്യങ്ങളും നിരത്തി വെച്ചുകൊണ്ടല്ല, പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഹെൽപ്പ് ഒന്ന് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. ആദ്യമായിട്ട് പ്രോബ്ലംസ്. രണ്ട് ഫോണുകളും പല തരത്തിലുള്ള ഇഷ്യൂസും പലയിടത്തും നമുക്ക് കേൾക്കാം. കോമൺ ആയിട്ട് ജനറലായിട്ട് രണ്ട് പ്രോഡക്റ്റും നല്ല പ്രോഡക്റ്റുകൾ തന്നെയാണ്. എന്നാൽ പോക്കോ F1 ചില യൂണിറ്റുകളിൽ സ്ക്രീൻ ബ്ലീഡിംഗ് ഉള്ളതായിട്ടും സ്ക്രീനിലെ പ്രോബ്ലംസ് ഉള്ളതായിട്ടും ഓവർ ഹീറ്റിംഗ് ഉള്ളതായിട്ടും ഒക്കെ പറയുന്നുണ്ട്. ചില യൂണിറ്റുകളിലാണ്, എല്ലാ യൂണിറ്റുകളിലൊന്നും ഈ പ്രശ്നമില്ല. ഒരു പ്രോഡക്റ്റ് ഇറങ്ങുമ്പോൾ ചില യൂണിറ്റുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. A50യുടെ കാര്യത്തിലും ഇതേപോലെ തന്നെയുണ്ട്. അതായത് ചില യൂണിറ്റുകൾ ബാറ്ററി ഫാസ്റ്റ് ആയിട്ട് ഡ്രെയിൻ ആവുന്നതായിട്ട് ഒരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ, അതായത് നെറ്റ്വർക്ക് റിസപ്ഷൻ അത്ര പോരാന്നുള്ള ഇഷ്യൂസ് ചിലയിടത്ത് കാണാം. അതേപോലെ ചില യൂണിറ്റുകളിൽ സ്ക്രീൻ ഫ്രീസ് ആവുന്ന ഒരു അവസ്ഥയും കാണുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നെഗറ്റീവ് സൈഡിൽ ഉണ്ടാവാം. അതൊക്കെ ചില യൂണിറ്റുകളിൽ കാണാം. എങ്കിലും കോമൺ ആയിട്ട് ജനറലായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളിൽ ഈ പ്രശ്നമൊന്നുമില്ല. കാരണം എൻ്റെ ഇരിക്കുന്ന പോക്കോ F1 യാതൊരു ഇഷ്യൂ ഇല്ല, A50യിലും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചില യൂണിറ്റുകളാണ് ആ പ്രശ്നം. അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിയിട്ട് A50 എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് പോക്കോ F1നേക്കാൾ ബെറ്റർ ആവുന്നു, അതിൽ പോക്കോ F1 ഏതെല്ലാം കാര്യങ്ങളിൽ A50യേക്കാൾ ബെറ്റർ ആവുന്നു എന്നുള്ളത് ഞാനിവിടെ ഒന്ന് പറയുകയാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും ഇതിലേതാണ് നിങ്ങൾക്ക് പറ്റിയ ഫോൺ എന്നുള്ള കാര്യം. ആദ്യമായിട്ട് നമുക്ക് പോക്കോ F1 ഏതൊക്കെ കാര്യങ്ങളിൽ മികച്ചു നോക്കാം. ഒന്നാമത്തെ കാര്യം സ്നാപ്ഡ്രാഗൺ 845. ഈ ഒരു A50 അല്ല, ഏത് ഫോൺ എടുത്ത് നോക്കിയാലും ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് തരുന്നത് ഈ ഒരു ഫോൺ തന്നെയാണ്. കാരണം അതിലിരിക്കുന്നത് ഹൈ എൻഡ് പ്രൊസറായ സ്നാപ്ഡ്രാഗൺ 845 ആണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ആ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. മികച്ച ഒരു ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ തരുന്നത്. ക്യാമറ കളറുകൾ കുറച്ച് കൂടുതലാണ്. അത് ക്യാമറ കമ്പാരിസൺ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കുറച്ച് കൂടുതൽ കളറുകൾ കാണിക്കുന്നുണ്ട്. അതായത് നാച്ചുറലായ കളറുകളല്ല, എങ്കിൽ പോലും നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉള്ള ഗംഭീര ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ സെറ്റപ്പാണ്. ഇതിനകത്ത് തന്നെ ഗംഭീര 4K റെക്കോർഡിംഗ് കേപ്പബിലിറ്റി, 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന 4K സംവിധാനമുണ്ട്. അതേപോലെ 960 ഫ്രെയിം പെർ സെക്കൻഡ് വരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ലോ മോഷൻ സംവിധാനങ്ങളുമുണ്ട്. 4Kയുടെ 60 ഫ്രെയിം പെർ സെക്കൻഡ് ഇതുവരെ ഇല്ലെങ്കിൽ അപ്ഡേഷൻ ഉള്ളത് വരാൻ പോവാണ്. ട്വീറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഗംഭീരമായ ക്യാമറ സെറ്റപ്പ്, എല്ലാ തരം ഫെസിലിറ്റീസും ഉൾപ്പെടുന്ന നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിലുള്ളത്. അത് തന്നെയാണ് ഈ ഫോണിൻ്റെ രണ്ടാമത്തെ ഒരു മേന്മ. ഈ രണ്ട് കാര്യങ്ങളിലാണ് പ്രധാനമായിട്ടും A50യേക്കാൾ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. മികച്ച പെർഫോമൻസും മികച്ച ക്യാമറ സെറ്റപ്പും. ഇനി ഗാലക്സി A50 ഏതെല്ലാം കാര്യങ്ങളിൽ പോക്കോ F1നേക്കാൾ ബെറ്റർ ആണ്? അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ട്രെൻഡി ലുക്കും കാര്യങ്ങളും ഈ ഒരു ഫോൺ തരുന്നുണ്ട്. അതായത് ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളുണ്ട്. മുമ്പിൽ ചെറിയ നോച്ച കിടക്കുന്ന നല്ലൊരു ഡിസൈൻ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നല്ലൊരു ഡിസൈൻ സംവിധാനം, ഇൻഫിനിറ്റി U ഡിസ്പ്ലേ, സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്ന ബെസ്റ്റ് ഡിസ്പ്ലേ, ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ. അത് അത്ര ഫാസ്റ്റ് അല്ല, എങ്കിൽ പോലും ആ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഗംഭീരമായ ഒരു ഡിസൈനും ബെസ്റ്റ് ഡിസ്പ്ലേ, അതാണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് പെർഫോമൻസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. പെർഫോമൻസ് സ്മൂത്തായ ഒരു പെർഫോമൻസ് ആണ്, യാതൊരു ഇഷ്യൂസും ഇല്ല. എങ്കിലും നമ്മുടെ പോക്കോ F1 അത്രയൊന്നും പെർഫോമൻസ് ഒരു കാരണവശാലും വരില്ല. അപ്പോൾ ഉള്ള പെർഫോമൻസ് സ്മൂത്ത് ആണ്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് കിട്ടുന്നു. 2 സിമ്മും മെമ്മറി കാർഡ് വിടാം. പോക്കോ F1 അത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഇവിടെ 3 സംഭവങ്ങളും ഒരുമിച്ച് യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രത്യേകത. ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറ എന്നൊരു ഫീച്ചർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അതായത് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ക്യാമറ ക്വാളിറ്റി കുറച്ചും കൂടി നാച്ചുറലായ ഇമേജിങ് കാര്യങ്ങളുമാണ് നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാമറ ചൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറയുടെ റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെയുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അല്ലെങ്കിൽ കമ്പാരിസൺസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറ്റിയ ക്യാമറ ഏതാണെന്ന് മനസ്സിലാവും. അത് നമ്മളിവിടെ പറയുന്നത് ശരിയല്ല. അപ്പോൾ രണ്ട് ഫോണിലും നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ, 4K അടക്കമുള്ള സംവിധാനങ്ങൾ നമുക്ക് പോക്കോ F1 കിട്ടും. ഗാലക്സി A50യിൽ 4K ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ചിന്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ബെസ്റ്റ് ഡിസൈനും ഡിസ്പ്ലേയും, അതേപോലെ തന്നെ നല്ലൊരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും, ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്, അതേപോലെ വൈഡ് ആംഗിൾ ക്യാമറ അടങ്ങുന്ന ഒരു ക്യാമറ സെറ്റപ്പും. ഇതാണ് A50യിലേക്ക് വരുമ്പോൾ ഉള്ളത്. കൂട്ടത്തിൽ 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതായത് സാംസങ് എന്ന് പറയുന്ന നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റ്, അതിൻ്റെ ഒപ്പം തന്നെ നല്ലൊരു ആഫ്റ്റർ സെയിൽ സർവീസും നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. അപ്പോൾ ഇതാണ് A50യുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് പോക്കോ F1നേക്കാൾ ബെറ്റർ ആക്കുന്ന ഘടകങ്ങൾ. ഇപ്പോൾ 2 ഫോണിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു ഗംഭീര പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സറും നല്ലൊരു ക്യാമറ സെറ്റപ്പും മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്
പോക്കോ F1 ബെറ്ററായ ഫോൺ കിട്ടാനില്ല. അത്രയും നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. അതല്ല നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു ഡിസ്പ്ലേയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും നല്ലൊരു ലേറ്റസ്റ്റ് ട്രെൻഡി ഡിസൈനും ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും വൈഡ് ആംഗിൾ ക്യാമറയും അതേപോലെ ഫാസ്റ്റ് ചാർജർ അടങ്ങുന്ന ഫാസ്റ്റ് ചാർജിങ് സംവിധാനങ്ങളും നല്ലൊരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റും നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പ്രധാനമെങ്കിൽ 4K എന്നൊരു സംഭവം നിങ്ങൾക്ക് സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും A50 ഒരു നോർമൽ യൂസിന് പറ്റിയ ഒരു നല്ല ഫോണായിരിക്കും. ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇതിലേത് വേണം നിങ്ങൾക്ക്. അത് നിങ്ങളുടെ ആവശ്യത്തിനും താല്പര്യത്തിനും അനുസരിച്ച് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ സാധിക്കും ഈ ഒരു സെക്ഷൻ കഴിയുന്നതോടുകൂടി. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് പോയിട്ട് ഒന്നും കൂടി കണ്ടു നോക്കുക. ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ചൂസ് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രമാത്രമാണ് നമ്മുടെ ഈ വീഡിയോയുടെ ഉദ്ദേശവും. എന്തായാലും വീഡിയോ കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഇത്രയും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ കാര്യത്തിനൊരു ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കൃത്യസമയങ്ങളിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.